മോളെ ഒന്ന് നിന്നേ. ആ എന്താ ആന്റി? മഴയത്ത് എവിടെയാ രണ്ടുപേരുടെ ഈ കറങ്ങുന്നത്? അത് ഇവളുടെ അമ്മയ്ക്ക് കുറച്ച് പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നു, അപ്പൊ അത് ATM ന്ന് എടുത്തു കൊടുക്കാൻ പോയതാ. ദാ ഇത് മോക്ക് വന്ന കൊറിയറാ. നീ പിടിച്ചേ. കാണേ അന്ന് നിന്റെ ചെരുപ്പ് കൂട്ടിപ്പോയില്ലായിരുന്നു, എന്നാ പുതിയ ചെരുപ്പാ. എടി ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞതല്ലേ, ഇപ്പൊ തൽക്കാലത്തേക്ക് എനിക്കിടാൻ ചെരുപ്പുണ്ടായിരുന്നു, പിന്നെ നീ എന്തിനാ ഇപ്പൊ ഓർഡർ ചെയ്ത്? അത് സാരമല്ല, ഇത് നീ വെച്ചിട്ട് ബാ, നമുക്ക് പുറത്തേക്ക് ഫുഡ് കഴിച്ചിട്ടല്ലേ. ഇത് ഇതിനകത്ത് നീ കൊണ്ടുവച്ചിട്ട് കേട്ടോ. നിക്കടെ, ഞാനും വരുന്ന. മോളെ നീ ഒന്ന് നിന്നേ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ ആന്റി? മോളെ നീ നാട്ടിലൊന്നും പോവാറില്ലേ? നിന്റെ അച്ഛനും അമ്മയൊക്കെ സമ്പാദിച്ചിട്ട് അവിടെ അല്ലേ കിടക്കുന്നത്? പോരാതെ നിന്റെ ബന്ധുമിത്രാദികളൊക്കെ അവിടെ അല്ലേ ഉള്ളത്? നീ ഇവിടെ കിടന്ന് ഈ കഷ്ടപ്പെടുന്ന എന്തിനാ? ഈ കഷ്ടപ്പെടുന്ന കാശ് കൊണ്ട് ഇവളെ അമ്മയും പോറ്റുന്ന എന്തോത്തിനാ? ആ ആന്റി പറഞ്ഞതെല്ലാം സത്യം തന്നെ. ബന്ധുക്കളും ബന്ധുമിത്രാദികളും അച്ഛന്റെ അമ്മയുടെ സ്വത്തും എല്ലാം അവിടെ തന്നെ ഉണ്ട്. പക്ഷെ ഞാൻ അങ്ങോട്ട് പോവില്ല. കുറച്ച് നാളിന് മുന്നേ ഞാൻ പോയി. ആദ്യത്തെ 2 ദിവസം ഭയങ്കര സ്നേഹവും കാര്യവും കരുതലും ഒക്കെ ആയിരുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ഞാൻ അകന്ന ബന്ധമായി. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ഞാനൊരു ബാധ്യതയായി മാറി. ആന്റിക്ക് അറിയാവോ, ഞാൻ അവളുടെ വീട്ടിൽ ഒരു ഒറ്റ തവണയെ പോയിട്ടുള്ളൂ. അവളുടെ അമ്മ എന്നോട് ഒരു വാക്കേ പറഞ്ഞോളൂ, നീ എന്റെ മകളെ പോലല്ല, നീ എന്റെ സ്വന്തം മകളാണെന്നാ അമ്മ എന്നോട് പറഞ്ഞു. ആ ഒരൊറ്റ വാക്ക് പോരെ ആന്റി, നമ്മൾ ഒറ്റയ്ക്കല്ല, ഈ ലോകം മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. പോവാം, പോട്ടെ ആന്റി. ആ ശരി മോളെ.